ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്ന് സൺഡേ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവരും ഇപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയമായിരിക്കും. എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് വീഡിയോ ഇടാമെന്ന്. ഞാൻ നാടെ കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്നിട്ടാണ് വീഡിയോ ഇടുന്നത്. ഭയങ്കര മഴയുണ്ട്. രാവിലെ തൊട്ട് എപ്പോഴും അങ്ങ് മഴ തന്നെ മഴ തോരുന്നോ ഇല്ല, ഒന്നുമില്ല, ഒരു സമാധാനവും ഇല്ല. ഓരോ ഇടത്തൊക്കെ അങ്ങ് വെള്ളം ഒരുപാട് ബിൽഡിങ്ങിൻ്റെ അങ്ങ് കുറേ ഭാഗത്തെല്ലാം അങ്ങ് അടിസ്ഥാനം എല്ലാം അങ്ങ് അതിനകത്ത് മുങ്ങിക്കിടക്കുക. അത് കാരണം ഓരോ വിഷമമാണ്. ഇനി എന്താകും മഴ അങ്ങ് തോരത്തുമില്ല. തോർന്നെങ്കിലും മതിയായിരുന്നു. മറ്റത് വർഷത്തിൽ 2 മഴയായിരുന്നു, തുലാവർഷം ഇടവപ്പാതി. ഇപ്പം 365 ദിവസവും ഇടവപ്പാതിയും തുലാവർഷമായിട്ട് അങ്ങ് തുടങ്ങിയ ഒരു രക്ഷയില്ലാതിരിക്കുക. അങ്ങനെ കൂട്ടുകാരെ, ഇന്ന് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ ഇന്ന് എങ്ങും പോയില്ല, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. തട്ടിക്കൂട്ട് അടുക്കള പാചകമൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിലങ്ങ് കൂടി. ഇപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ടിരുന്നപ്പോഴാണ് വീഡിയോ ഇടണമെന്ന് തോന്നിയത്. അങ്ങനെ ഇടുകയാണ്. എൻ്റെ ചില കൂട്ടുകാരുടെ വീഡിയോ ഒന്നും ഇന്ന് വന്നില്ല, അതൊന്നും ഞാൻ കണ്ടതുമില്ല. ഡോക്ടറുടെ വീഡിയോ ആണ് ഇന്ന് കണ്ടത്. അത് കാണുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു മോട്ടിവേഷൻ വരും. അവരൊരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് എന്നാലും നമ്മളെ മനസ്സിൽ അതൊന്നും വയ്ക്കരുത്. നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾ മറന്നിട്ട് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണമെന്നാണ് പറയുന്നത്. നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കാൻ ചില ആളുകൾ സമ്മതിക്കത്തില്ല. അവരുടെ വാക്കുകളും ഇതുകളും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുമെങ്കിലും നമ്മൾ ഈ നമ്മുടെ വറീസ് എല്ലാം അങ്ങ് മറക്കണം. നമുക്കൊരുപാട് വിഷമതകൾ മുമ്പ് ഭൂതകാലത്തിലുണ്ടായിട്ടുള്ളതൊക്കെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുമെങ്കിലും നമ്മൾ വീണ്ടും ചെന്ന് അതിൽ ചാടരുത്. ആ വേദനകളിലൊന്നും ചെന്ന് ചാടാതെ നമ്മൾ നല്ല സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. സീറ്റ് 70 വർഷം ഈ ലോകത്ത് ജീവിച്ച് ഇപ്പോഴും ആ സീറ്റ് 70 ആയിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമാണ്. എല്ലാവരും നല്ല മോട്ടിവേറ്റഡ് ആകും. അവരുടെ പ്രയാസങ്ങൾ അവർക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ യാതൊരു വറീസും ഇല്ല. വറീസിനെയൊക്കെ എടുത്ത് ചവിറ്റുകൊട്ടയിൽ കളഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ കേട്ടാൽ നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആകും. ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് കാണേണ്ടുന്നത്. ഞാൻ അങ്ങനെ ഇരുന്ന് ഇപ്പോൾ ആ വീഡിയോ കണ്ടു. വീഡിയോ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ കടന്നു വരും. അപ്പോൾ ഞാനും വിചാരിക്കുന്നു, നമ്മൾ ഇത്രയും ഏതാണ്ടൊക്കെ ഒരു മധ്യ സമയമൊക്കെ ആയി ഏതാണ്ടൊക്കെ കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വറീസെല്ലാം എടുത്ത് ചവറ്റുകുട്ടയിൽ കളഞ്ഞ് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് ഞാനും വിചാരിക്കുകയാണ്. ഇപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നല്ല ഈശ്വരവിശ്വാസത്തോടു കൂടിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകും. അല്ല, ഇനിയിപ്പം കർക്കിടക മാസത്തിലെ പിതൃക്കളൊക്കെ വരുന്ന മാസമാണ് എന്ന് ആണ് പറയപ്പെടുന്നത്. നമ്മുടെ പിതൃക്കളെല്ലാം വർഷത്തിലൊരിക്കൽ വരുമെന്നൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. നല്ല പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. ഒരുപാട് പ്രയാസങ്ങൾ എല്ലാവർക്കും കാണും. ആർക്കും പ്രയാസങ്ങളില്ലാത്തവർ കാണത്തില്ല. കാരണം നമ്മളെ നല്ല രീതിയിലിരിക്കുന്നത് കാണുമ്പോൾ ചില ആളുകൾക്കൊന്നും അങ്ങനെ പിടിക്കത്തില്ല. അപ്പോൾ അവർ നമ്മളെ അലട്ടാനുള്ള മാർഗങ്ങളിലേക്ക് തിരിയും. ആ അലട്ടൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് കുറേ സമയമെടുക്കും അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യാൻ. ചില ആളുകൾ നല്ല പോസിറ്റീവായിട്ട് നല്ല ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളവർ അതിനെ എല്ലാം റിക്കവർ ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകും. നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിങ്ങനെ ഇരിക്കണം. അപ്പോൾ ഈ ചിന്തകളൊന്നും നമുക്ക് ഓർക്കാൻ പോലും സമയം കാണത്തില്ല. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ ജോലി സമയമെല്ലാം കഴിയുമ്പോൾ എങ്ങനെ ഇനി അടുത്ത വീഡിയോ ഇടാം എന്ന ചിന്തയിൽ ഞാനിങ്ങനെ അങ്ങോട്ട് വീഡിയോ ഇടാൻ തുടങ്ങും. ഏതെങ്കിലും വീഡിയോ വരണമെന്ന് തട്ടിക്കൂട്ടും. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമായിരിക്കും, അന്നേരം അതിൻ്റെ വീഡിയോസ് ഇടും. ഇന്ന് പക്ഷേ എങ്ങും പോയില്ല, വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ കാലാവസ്ഥ അത്ര അനുകൂലമല്ല, അതുകൊണ്ട് എങ്ങും പോകുന്നില്ല. എനിക്ക് ഒരിടത്ത് പോയൊരു വീഡിയോ ഇടണമെന്നുണ്ട്. ഉടനെ തന്നെ ഞാൻ പോയൊരു വീഡിയോ ഇടുന്നതായിരിക്കും കൂട്ടുകാരെ. പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നല്ല ഒരുപാട് മോട്ടിവേഷനാണ് ആ ഡോക്ടറുടെ മോട്ടിവേഷൻ പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. എല്ലാവർക്കും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഈ ചാനലൊക്കെ കാണുമ്പോൾ എപ്പോഴും
വരുന്നത്. ഇപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് വന്ന് മന്ത്രിമാരും എല്ലാം നിരന്നിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു നടിയുടെ ഡാൻസാണ് ഇപ്പോൾ ചൂടുള്ള ചർച്ചാ വിഷയം. ഓരോ ചാനലും ഓരോരുത്തരും ഓരോരോ കമൻറ്റുകളാണ് ഇടുന്നത്. ഓരോരുത്തർക്കും ഓരോ ശരീരപ്രകൃതിയാണ്. ആ ശരീരത്തിൻ്റെ അംഗലാവണ്യം എങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാന്നുള്ള രീതിയിലുള്ള വേഷവിധാനങ്ങളോട് കൂടി വന്ന് അങ്ങ് എല്ലാവരാലും ആകർഷിക്കപ്പെട്ട് അവരങ്ങ് സ്റ്റാറായി നിലകൊള്ളുകയാണ് ഇപ്പോഴത്തെ പതിവ്. അവരെ അങ്ങ് ജനം ഏറ്റെടുക്കും. അവരുടെ നല്ല കാലം അതാണ് പറയേണ്ടുന്നത്. വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ചില ആളുകളെല്ലാം ആ ഉദ്ഘാടന ഫംഗ്ഷനെ പറ്റിയുള്ള കമൻ്റ് ഇട്ടേക്കുന്നുണ്ടാ ചിരിച്ച് ഊപ്പാട് വരും. മന്ത്രിമാരെല്ലാം ഇരിക്കുമ്പോൾ ഇവർ ഒരു ഡാൻസ് കളിക്കുന്നുണ്ട്. അവരുടെ ഡ്രസ്സിങ്ങാണ്. ടൈറ്റ് ഡ്രസ്സ് ഇടുമ്പം അവർക്കുള്ള ബോഡി ബാക്കിലിരിക്കുന്ന ആളുകളുടെ സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും, അത് എങ്ങനെ അവരെ അഫക്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചാനലിലൊക്കെ ഇട്ടേക്കുന്നത്. ഈ പരിപാടിക്ക് വിളിക്കുമ്പം ഇങ്ങനെയുള്ള താരങ്ങളെയൊക്കെ വിളിച്ചാലല്ലേ അതിനൊരു കൊഴുപ്പ് കൂടത്തുള്ളൂ. അതുകൊണ്ടാണ് അത് എല്ലാവരും ആ സെൻസിലെടുത്ത് അങ്ങനെങ്ങ് പോകണം. അത്രയേ ഉള്ളൂ. അവർ നല്ല സ്റ്റാറുകളായിട്ട് ഇങ്ങനെ വിലസി നടക്കട്ടെ. കുറേ ആളുകൾ അതിൻ്റെ കമൻറ്റും എല്ലാം പറഞ്ഞ് കോമഡിയാക്കി അങ്ങനെ അത് ഒരു വിശേഷമായിട്ട് കൊണ്ട് നടക്കട്ടെ. എന്നാലല്ലേ ഒരു രസമുള്ളൂ. നമുക്കും അതൊക്കെ വായിക്കുമ്പോൾ ഒരു ത്രില്ലുള്ളു. കമൻറ്റുകൾ വായിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു വീഡിയോസ് കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റുന്നതും ഈ കമൻറ്റുകൾ വായിക്കുമ്പോഴാണ്. ചില കമൻറ്റുകൾ അത്രയ്ക്ക് ഇതാണ് കോമഡി, നല്ല നർമ്മം ഉള്ള ആളുകളുടെ കോമഡികൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഭയങ്കര രസമാണ്. അങ്ങനെ ആ നടിയുടെ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്നത് പലത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. അല്ലാതെ നമുക്കത് പറയേണ്ട ഒരു കാര്യമില്ല. ഉദ്ഘാടനത്തിന് വരുന്നവർ ഉദ്ഘാടനം ചെയ്യട്ട്, വരുന്ന വിശിഷ്ട വ്യക്തികൾ വേദിയിലിരുന്ന് അത് ആസ്വദിക്കട്ടെ. നമുക്കെന്തോ വേണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൂട്ടുകാരെ. ഞാനും ഇവിടെ ഇരുന്ന് എൻ്റെ കൊച്ചു വിശേഷങ്ങൾ ഇങ്ങനെ പറയുന്നു. എല്ലാവർക്കും സുഖമാണോ എന്ന് എനിക്കറിയാം, സുഖമാണെന്ന്. പിന്നെ ഒന്നുമില്ല വിശേഷം. ഇനി എന്തെങ്കിലും ചപ്പാത്തി കറി എങ്ങനെ ഉണ്ടാക്കണം, ഇനി അതൊക്കെയാണ് അടുത്ത പരിപാടി കൂട്ടുകാരെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഒരു വീഡിയോ നാളെ ഇടാം. എല്ലാവർക്കും ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് ഒന്നും സമയമായില്ല. ചിലപ്പോൾ ഞാനൊരു ലൈവ് വരുന്നതായിരിക്കും. ഞാൻ ലൈവ് ഒന്നും ഇടാറില്ല. എനിക്ക് ഈ ഒരുപാട് സമയം ഈ ലൈവ് ഇരിക്കുന്ന അത്ര ഒട്ടും ഇഷ്ടമല്ല. അത് മാത്രമല്ല, ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് നല്ല കുറേ നമ്മുടെ ഫ്രണ്ട്സുകളെല്ലാം ആണ്ടിലൊരിക്കൽ വീഡിയോ ഇട്ട് ആരും വരുത്തില്ല. ഇതിൻ്റെ മുമ്പിൽ അങ്ങ് ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരെല്ലാം നല്ല ലൈവിൽ ഇങ്ങനെ ആക്റ്റീവ് ആകത്തുള്ളൂ. സോ പിന്നെ കാണാം. ടാറ്റ.